കപ്പലണ്ടി ലഡു ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി കുറച്ച് കപ്പലണ്ടി ഒരു 4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. ഇത് പച്ച കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലി മാറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് ശർക്കരയുമാണ് ചേർക്കുന്നത്. പകുതി തേങ്ങ, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/4 കപ്പ് നെയ്യ്. കപ്പലണ്ടി തൊലി കളഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് നെയ്യൊഴിച്ച് അരച്ചു വെച്ചിരിക്കുന്ന കപ്പലണ്ടി അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് വഴറ്റിയെടുക്കണം. 1/4 കപ്പ് നെയ്യൊഴിച്ച് ഇത് വഴറ്റിയെടുക്കാം. ഇടയ്ക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വറുത്തെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ലഡുവിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റായിട്ടുള്ള ലഡുവാണ് ഈ പച്ച കപ്പലണ്ടി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത് അരച്ചെടുത്ത് ഇതുപോലെ ചെയ്യുമ്പോൾ. ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി മാറ്റിയതിന് ശേഷം ശർക്കരയും തേങ്ങയും കൂടെ വഴറ്റിയെടുക്കണം. പഞ്ചസാരയും ഏലക്കാപ്പൊടിയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ പാനിൽ തന്നെ മാറ്റി വയ്ക്കാം. മുക്കാൽ കപ്പ് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അലിയിച്ചെടുക്കാം. കുറച്ച് കപ്പലണ്ടിക്കാണ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് ശർക്കരയുടെയും തേങ്ങയുടെയൊക്കെ അളവ് കുറയ്ക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഇതിൽ കുറച്ച് ഏലക്കാപ്പൊടി. ഇത് പറ്റി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് വേണമെങ്കിൽ കപ്പലണ്ടി നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ശർക്കരപ്പാനി ആ കപ്പലണ്ടിയിൽ മിക്സിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഈ ശർക്കരയുടെ കളറായിരിക്കും ലഡുവിനുള്ളത്. നന്നായിട്ട് വറ്റിച്ചെടുത്ത് ഈ കപ്പലണ്ടി നേരത്തെ
മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിലേക്കൊന്ന് കുഴച്ചെടുക്കും. അപ്പോൾ അവിടെയായിട്ട് തേങ്ങയുടെയും ശർക്കരയുടെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് പ്ലേറ്റിലേക്ക് മാറ്റി ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ തേങ്ങയുടെയും ശർക്കരയുടെയും മിക്സ് അവിടെ വരുന്ന രീതിയിലാണ് ഇതിലിപ്പോൾ ചെയ്തിരിക്കുന്നത്. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കാം.